നമുക്കൊരു 2.5 കിലോ ആവോലി മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെക്കുകയും വറുക്കുകയൊക്കെ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാനാണ് ഒരു 3/4 മണിക്കൂറോളം വെക്കാം. അപ്പം അതിന് 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂണ് ഉലുവപ്പൊടി, 1/4 ടീസ്പൂണ് 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കട്ടെ ഒരു 3/4 മണിക്കൂർ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വറുക്കാം, പിന്നെ ബാക്കിയുള്ള വെക്കാം ഒക്കെ ചെയ്യാം. നാളേക്ക് ഇത് സ്വല്പം മാറ്റി വെക്കാനുള്ളത്. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് ഇപ്പോൾ വറുക്കാനുള്ള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 3 കുടപ്പുളി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, വേപ്പില, മല്ലിയില, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പൊടികൾ ഞാൻ ഓരോന്നിടുമ്പോൾ പറയാം. അതിൽ വെളിച്ചെണ്ണ വെച്ചുകൊണ്ട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുകിടാം. കടുക് പൊട്ടി വരുന്നതോടുകൂടി നമുക്ക് സവാള ഇടാം. സവാള ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ ഒരു നന്നായി വഴന്ന് വരട്ടെ. പിന്നെ ഞാൻ മീനിട്ടിട്ടുണ്ട് വറുക്കാനായിട്ട്. ആദ്യത്തോട് സവാള വഴന്ന് വന്നപ്പോൾ അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ഇതെല്ലാം അതിട്ടിട്ടൊന്ന് വഴറ്റാനിട്ടുണ്ട്. നന്നായി വഴന്നു ഇഞ്ചിയൊക്കെ അതിൽ നന്നായി വെച്ചെണ്ണയിൽ വരുന്ന പൊരിഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ വറുക്കാൻ വെച്ച മീനിൻ്റെ ആദ്യത്തെ വെക്കലായി. മീൻ വറുത്ത് ഇങ്ങനെ ഉണ്ടാവുന്നിട്ടുണ്ട്. വറുക്കാനായിട്ട് എണ്ണയിലിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് കോരിയിട്ടാണ്. പിന്നെ ഇത് ഒന്ന് നന്നായി കഴിയുക. ഉള്ളി, ഇഞ്ചി, പച്ചമുളകും ഒക്കെ ഒന്ന് വരണ്ട് വന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മീനിലൊക്കെ നമ്മൾ മുളകൊക്കെ ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, ഒരു നുള്ള് ഉലുവപ്പൊടി. നേരത്തെ നമ്മൾ ഉലുവപ്പൊടി ഒരു ലേശം 1/4 ടീസ്പൂൺ ഇട്ടുണ്ട്. ഉലുവപ്പൊടി കൂടാൻ പാടില്ല, അങ്ങനത്തെ അത് കയ്ക്കും കറി. പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. അത് നമ്മൾ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇട്ടിട്ടില്ല മല്ലിപ്പൊടി. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമുളക് കളയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് മാറുന്ന വരെ ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇതൊന്ന് വഴഞ്ഞ് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം.
ഈ സമയത്ത് നമ്മൾ മീൻ മറക്കാൻ വെച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. നമുക്കത് മറച്ചിടാം. അത് മറച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴഞ്ഞ് നന്നായി വരട്ടാൻ വരെ നമുക്കൊന്ന് മൂടിയിടാതെ. അപ്പോൾ ഒരുവിധം നന്നായി അതിൻ്റെ തട്ടല് മൂടി വെച്ചപ്പോൾ അതതിൽ കിടന്ന് അപ്പോൾ നമുക്ക് ഇതിരിക്കൊരു കാര്യം ചെയ്യാം. കുടപ്പുളി ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി തിളയ്ക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടപ്പുളിയിട്ടാണ്. അപ്പോൾ കുടപ്പുളി നന്നായി അതിൽ കിടന്നൊന്ന് പുളി ഇറങ്ങണം. കുടപ്പുളിയിട്ട് തിളപ്പിച്ചാണത്. ഇപ്പം അതിലേക്ക് നമുക്ക് മീനുകളിടാം. ഇപ്പം കറി നന്നായി ആയി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ ഇതിനകത്ത് കറക്റ്റാണോ എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ കുറച്ച് വേപ്പിലയിടാം. പിന്നെ മല്ലിയില കുറച്ചിടാം. മല്ലിയിലിട്ട് വേപ്പിലിട്ട് ഒരു ലേശം വെളിച്ചെണ്ണ വെച്ചു. ഇതാണ് ഞാനിന്ന് ഉണ്ടാക്കിയ കറി. നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ആവോലിക്കറിയാണത്. ഇത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.